ചിദംബരം നടരാജ ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം നേരെ പോകുന്നത് വൈത്തീശ്വരൻ കോവിൽ അഥവാ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്കാണ്. വിശ്വപ്രസിദ്ധമായ വൈത്തീശ്വരൻ കോവിലിൻ്റെ കിഴക്കേ ഗോപുരനടയിലാണ് നമ്മളിപ്പോഴുള്ളത്. വൈദ്യത്തിൻ്റെ ഈശ്വരനായി വൈദ്യനാഥനായി ജഗദീശ്വരൻ സാക്ഷാൽ പരമശിവൻ വാഴുന്ന പുണ്യഭൂമി അതാണ് വൈത്തീശ്വരൻ കോവിൽ. രോഗം എന്തുമാവട്ടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കൂ. അത്ഭുതകരമായ രോഗമുക്തി ഇവിടെ വരുന്ന ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. രോഗമുക്തി കൂടാതെ വിദ്യാഭ്യാസ നേട്ടം, ഉദ്യോഗ ലഭ്യത എന്നിവക്കും സർവ്വ ഐശ്വര്യ ലബ്ധിക്കും പ്രത്യേകിച്ച് ചൊവ്വാദോഷ നിവാരണത്തിനും ആയിരക്കണക്കിന് ഭക്തർ നിത്യേന ഇവിടെ വന്ന് ആരാധന നടത്തുന്നു. ശില്പകലയുടെ ഉത്തുംഗ മാതൃകയെ പരിലസിക്കുന്ന വൈത്തീശ്വരൻ കോവിൽ തമിഴ്നാട്ടിലെ മയിലാടുതുറ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ നിന്നും 27 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ ഗോപുര പടിപ്പുര കടന്ന് നമ്മൾ ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിക്കുകയായി. അതിമനോഹരങ്ങളായ വർണ്ണമനോഹരമായ ചിത്രങ്ങളാൽ ആലേഖനം ചെയ്ത മേൽക്കൂരയും തൂണുകളും അതിമനോഹരമായിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട താലിയോലകളിൽ തേടിച്ചെല്ലുന്നവരുടെ ഭൂതവും ഭാവിയും വർത്തമാനമെല്ലാം കൃത്യമായി കാണാം. ഈ വിശ്വാസമാണ് നാഡീജ്യോതിഷത്തെ വിശ്വാസികൾക്കിടയിൽ പ്രശസ്തമാക്കിയത്. ജന്മരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന വൈത്തീശ്വരൻ കോവിലിൻ്റെയും നാഡീജ്യോതിഷത്തിനെ പറ്റിയും കൂടുതൽ മനസ്സിലാക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹായോഗികൾ എഴുതിയതാണ് നാഡീജ്യോതിഷത്തിലെ അടിസ്ഥാനങ്ങളായ ഓലക്കെട്ട്. ഇന്നുവരെ ജനിച്ചിട്ടുള്ളതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ മുഴുവൻ ആളുകളുടെയും ജാതകങ്ങളും വിവരങ്ങളും ഇവിടുത്തെ പുരാതനങ്ങളായ ഓലക്കെട്ടുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാതരം പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ഇവിടുത്തെ താളിയോലക്കെട്ടുകളിൽ ഒളിഞ്ഞു കിടക്കുന്നു. അവിടെ നിന്നും നടന്ന് നമ്മൾ ക്ഷേത്രക്കുളത്തിലെത്തി. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളം. ഇതിനെ സിദ്ധാമൃത തീർത്ഥം എന്നും ജടായു തീർത്ഥം, ഗോക്ഷീണ തീർത്ഥം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പണ്ടുകാലങ്ങളിൽ ഭക്തർ ദോഷപരിഹാരങ്ങൾക്കായി കല്ലുപ്പും കുരുമുളകും വെല്ലവും ഈ ക്ഷേത്രക്കുളത്തിൽ നിക്ഷേപിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ന് വ്യത്യസ്തമായ പാത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിലാണ് നിക്ഷേപിക്കേണ്ടത്. ക്ഷേത്രക്കുളത്തിൻ്റെ നടുവിലായി ഒരു മണ്ഡപം കാണാം. അത് ആരെയും ആകർഷിക്കുന്നതാണ്. സിദ്ധാമൃത തീർത്ഥം എന്ന ഈ കുളത്തിലെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ കുളത്തിലെ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് വൈത്തീശ്വരനെ പ്രാർത്ഥിച്ചാൽ സകല രോഗങ്ങൾക്കും മുക്തി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ത്രേതായുഗത്തിൽ രാവണ ഖഡ്ഗത്താൽ മുറിവേറ്റ ജടായു ഇവിടെ വന്ന് മോക്ഷപ്രാപ്തി നേടി എന്നൊരു കഥയും പ്രചാരത്തിലുണ്ട്. അതിനാലാണ് ക്ഷേത്രക്കുളത്തെ ജടായു തീർത്ഥം എന്ന് വിളിക്കപ്പെടുന്നത്. ക്ഷേത്രക്കുളത്തിൽ ശർക്കര നിക്ഷേപിക്കുന്നത് ത്വക്ക് രോഗങ്ങൾക്ക് ശമനമുണ്ടാവുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ഉപ്പും കുരുമുളകും വഴിപാടായി കൊടുക്കുന്ന പതിവും ഇവിടെയുണ്ട്. നമ്മളും ഉപ്പും കുരുമുളകും ശർക്കരയും വഴിപാടായി നൽകി ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങുകയാണിപ്പോൾ. ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ മനുഷ്യരുടെ ജാതകം എഴുതിയത് അഗസ്ത്യ മുനിയാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തെ നാഡീജ്യോത്സ്യത്തിൻ്റെ ആചാര്യൻ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 2000-ൽ പരം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ക്ഷേത്രമാണിത്. ക്ഷേത്രക്കുളവും അതിമനോഹരമായി ചുറ്റും കൽപ്പടകൾ കെട്ടി അതിമനോഹരമായ ഒരു ക്ഷേത്രക്കുളമാണിത്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 3-ാം മതിൽക്കെട്ടിനുള്ളിലായി സാക്ഷാൽ വൈദ്യനാഥൻ്റെ സന്നിധാനം. പടിഞ്ഞാറ് ദർശനമായി നിൽക്കുന്ന ശക്തി സ്വരൂപൻ. ഈ ശക്തി സ്വരൂപത്തെ വണങ്ങുമ്പോൾ ഭൗതികമായ ഏത് അസുഖങ്ങളും മാറിക്കിട്ടുമെന്ന് വിശ്വാസം. രാവിലെ 6 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 9 മണി വരെയാണ് ക്ഷേത്ര ദർശനത്തിനുള്ള സമയം. ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ്. ചോള രാജാക്കന്മാരുടെ ഭരണകാലത്ത് നിർമ്മിച്ച ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നുണ്ട്. 5 രാജഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രഹമായ ചൊവ്വ എന്ന അങ്കാരകൻ കുഷ്ഠരോഗബാധിതനാകുകയും ഇവിടെ വന്ന് സാക്ഷാൽ വൈത്തീശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് ഐതിഹ്യം. വൈദ്യനാഥ സ്വാമി അങ്കാരകന് രോഗമുക്തി നൽകുകയും
ഇവിടെ അങ്കാരകൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് കൽപ്പിക്കുകയും ചെയ്തത്രേ. അങ്ങനെ വൈദ്യനാഥനോളം പ്രാധാന്യത്തോടുകൂടി ചൊവ്വയും പൂജിച്ചു വരുന്നു. ചൊവ്വാദോഷ നിവാരണത്തിനായി ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ നിത്യേന സന്ദർശനം നടത്തുന്നത്. ഉപ്പ്, കുരുമുളക്, വെല്ലം എന്നിവ ഇവിടെ ഒരു പാത്രത്തിലാണ് നിക്ഷേപിച്ച് വെക്കേണ്ടത്. ത്രേതായുഗത്തിൽ രാമലക്ഷ്മണന്മാരും സപ്തർഷിമാരും ഇവിടെ പൂജ നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ചൊവ്വാദോഷ നിവാരണത്തിനും സർവ്വ ഐശ്വര്യത്തിനുമായി ഭക്തർ ഈ പുണ്യഭൂമിയിൽ നിത്യവും സന്ദർശകരായി എത്തുന്നു. ഒരിക്കൽ പാർവതീദേവി തൻ്റെ പുത്രനായ ആറുമുഖത്തോടുകൂടിയ സുബ്രഹ്മണ്യനോട് ഒരു മുഖമായി വന്ന് സുരപത്മൻ എന്ന അസുരനെ വധിക്കാനായി ആവശ്യപ്പെട്ടു. അതനുസരിച്ച് സുബ്രഹ്മണ്യൻ അസുര നിഗ്രഹം ചെയ്തപ്പോൾ കയ്യിലേറ്റ മുറിവിനെ പിതാവായ പരമശിവൻ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയെന്നും അതിനാൽ തന്നെ സുബ്രഹ്മണ്യ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന സങ്കല്പം. ഏകമുഖനായ സുബ്രഹ്മണ്യൻ്റെ മുത്തുകുമരൻ എന്ന ഭാവത്തിലുള്ള ലോഹവിഗ്രഹവും ചൊവ്വയുടെ അങ്കാരകനായ ലോകവിഗ്രഹവും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ഒട്ടനവധി കല്യാണങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ് ഈ ക്ഷേത്രത്തിൽ. വൈത്തീശ്വരന് കാവൽക്കാരായി 2 ദ്വാരപാലകരുടെ അതിമനോഹരമായ ശില്പം ശ്രീകോവിലിന് മുന്നിലായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു രഥമാണ്. ക്ഷേത്രോത്സവ സമയത്ത് ഉപയോഗിക്കുന്ന രഥം. ഇത് ഭഗവാന്റെ പല്ലക്കാണ്. ഭഗവാന്റെ വിഗ്രഹം ക്ഷേത്രോത്സവ സമയത്ത് ഇതിൽ വെച്ചിട്ടാണ് എഴുന്നള്ളിക്കാറുള്ളത്. അതിമനോഹരമായ പല്ലക്ക് പലതരം വർണ്ണ തുണികളാൽ മോടി പിടിപ്പിച്ചിരിക്കുന്നത് അതിമനോഹരമായിരിക്കുന്നതാണ്.
ക്ഷേത്രത്തിന് അകത്ത് അതിമനോഹരങ്ങളായ കൊത്തുപണികളോടുകൂടിയുള്ള 1000 കരിങ്കൽ തൂണുകളാണ് ചുറ്റിനും നാലമ്പലത്തിന് ചുറ്റിനും കാണുന്നത്. അതിമനോഹരമായ ദൃശ്യമാണ് അതിൽ കാണാൻ. ചുറ്റമ്പലത്തിനകത്തായി കാണുന്ന ഒരു മണ്ഡപമാണിത്. അനേകം കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഇന്ന് ഒരു വിശേഷപ്പെട്ട ദിവസമാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. ഒട്ടനവധി കല്യാണങ്ങൾ നടക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നോക്കൂ, ഈ തൂണുകളെല്ലാം എത്ര മനോഹരമായ തൂണുകളാണ്. കൊത്തുപണികളോടുകൂടിയുള്ള കരിങ്കൽ തൂണുകളാണ് ഈ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് രാജഗോപുരം. എല്ലാ ഗോപുരങ്ങളും ഏകദേശം ഒരേമാതിരി തന്നെ. നടപ്പന്തലാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള മറ്റൊരു വഴിയാണിത്. നമ്മൾ വന്നത് വഴിയല്ല, ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വഴിയാണ്. ഇവിടെ അനേകം കച്ചവട കേന്ദ്രങ്ങളെല്ലാം ഉണ്ട്. അതിനുശേഷം വലിയൊരു നടപ്പന്തലാണ്. നടപ്പന്തൽ കഴിഞ്ഞ് ക്ഷേത്രഗോപുരം കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം. നടപ്പന്തലെല്ലാം അതിവിശാലമായ അതിമനോഹരമായ നടപ്പന്തലാണ്. ഏകദേശം ഒരു 10-200 മീറ്റർ ദൂരം തന്നെ ഈ നടപ്പന്തലിനുണ്ട്. നടപ്പന്തലിൻ്റെ 2 സൈഡിലായിട്ട് ചെറിയ ചെറിയ കച്ചവടങ്ങളാണ്. നമ്മുടെ ഗുരുവായൂരെല്ലാം കാണുന്നത് മാതിരിയുള്ള കച്ചവടം. ഈ വഴി വരുമ്പോൾ കാണുന്ന രാജഗോപുരമായത് അതിമനോഹരമായ കൊത്തുപണികളോടുകൂടിയുള്ള വലിയ വിശാലമായ ഗോപുരം. ഏകദേശം ഒരു 40 അടിയോളം ഉയരത്തിലുള്ള ഒരു ഗോപുരമാണിത്. ഗോപുരത്തിലേക്ക് കയറുന്ന പ്രവേശന കവാടം തന്നെ ഇത്രയോ ഉയരത്തിലാണ്. ഈ ഗോപുരത്തിന് കവാടത്തിൽ തന്നെ ഒരു സന്യാസി ഇരിക്കുന്നുണ്ട്, നല്ല അട്ടിത്തമുള്ളൊരു സന്യാസി. അപ്പോൾ മോൾക്കൊരാഗ്രഹം ആ സന്യാസിയുടെ അടുക്കൽ നിന്ന് അനുഗ്രഹം വാങ്ങണമെന്ന്. അങ്ങനെ അവൾ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ആ സന്യാസി വര്യൻ്റെ അടുക്കേക്ക് പോയിരിക്കുകയാണ്.
എവിടെ? വൈത്തീശ്വരൻ കോവിലിൻ്റെ മുമ്പിലാണ് ഉള്ളല്ലേ? വൈത്തീശ്വരൻ അതെയാ, സാക്ഷാത്കരിച്ചു. എൻ്റെ പൂർവ്വജന്മം കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ മടങ്ങാൻ പോവുകയാണ്. ഇത് പ്രസാദ കൗണ്ടറാണ്. ഇവിടുന്ന് പ്രസാദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രസാദം വാങ്ങി കഴിക്കാം. ഇവിടുന്ന് പേയ്മെൻ്റാന്ന് കേട്ടോ, പൈസ കൊടുക്കണം. അഞ്ച് നിലകളുള്ള ക്ഷേത്രഗോപുരം അതിമനോഹരമായ ശില്പഭംഗിയുടെ നിറവാർന്ന പ്രതീകമാണ്. ഇതുപോലുള്ള 5 ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രഗോപുരത്തിൽ മുകളിലുള്ള ശില്പങ്ങൾ അതിമനോഹരങ്ങളായ വർണ്ണങ്ങളാൽ അലങ്കൃതമാക്കി. ഈ ക്ഷേത്ര ദർശനം നടത്താൻ അവിചാരിതമായി കിട്ടിയൊരു അവസരമായിരുന്നു ഇത്. നമ്മളെ പ്രതീക്ഷയിലില്ലാതെ അപ്രതീക്ഷിതമായി വന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം മുഴുവൻ നാഡീജ്യോതിഷം നോക്കുന്ന ആൾക്കാരുടെ ഒരേ ബഹളമാണ്. അപ്പോൾ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ തന്നെ വഴിയിൽ നമ്മളെ നാഡീജ്യോതിഷം പറയാമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾ നമ്മളെ പുറകെ കൂടും. അപ്പോൾ ക്ഷേത്ര ദർശനത്തിന് വരുന്നവർ വളരെ ശ്രദ്ധിക്കണം, അതിലൊന്നും പെട്ടുപോകരുത്. ശരിയായ ജ്യോതിഷം പറയുന്ന ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വലിയ വിഷമമായിരിക്കും. അതുകൊണ്ട് അതിലൊന്നും പെട്ടുപോകാതെ ശരിക്ക് നാഡീജ്യോതിഷം പറയുന്നവരെ തന്നെ പോയി സന്ദർശിക്കണം. വൈത്തീശ്വര ക്ഷേത്രത്തിൽ പോയി ഒരുപാട് സന്തോഷമായ. വൈത്തീശ്വരൻ കോവിൽ, സ്ഥലവും വൈത്തീശ്വരൻ തന്നെ.